മുഖ്യമന്ത്രിയുടെ മഹിളാ റോസ്ഗാർ പദ്ധതി ഉൾപ്പെടെ എൻഡിഎയുടെ വലിയ വിജയത്തിന് കാരണമായി. ആർജെഡിയുടെയും മഹാസഖ്യത്തിന്റെയും സ്വാധീന മേഖലകളിലും എൻഡിഎയുടെ മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. റെക്കോർഡ് പോളിംഗ് ശതമാനവും എൻഡിഎക്ക് അനുകൂലമായി. കഴിഞ്ഞ തവണത്തതിനേക്കാൾ 10% ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കൂടിയത്. സ്ത്രീകളിൽ 71% പേർ വോട്ട് രേഖപ്പെടുത്തി. ഇത് എൻഡിഎയെ തുണച്ചു. മുഖ്യമന്ത്രി മഹിളാ റോസ്റ്റർ പദ്ധതിയിലൂടെ 10,000 രൂപ വീതം ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച നീക്കം ഫലം കണ്ടു. ഓരോ കുടുംബത്തിലും സർക്കാർ ജോലി, സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ തുടങ്ങി തേജസ്വി യാദവിന്റെ വാഗ്ദാനത്തെക്കാൾ ബീഹാർ ജനത വിശ്വസിച്ചത് ഡബിൾ എഞ്ചിൻ സർക്കാരിനെ. ഭോജ്പുരി മേഖല മഹാസഖ്യത്തെ കൈവിട്ടു. 21 സീറ്റാണ് ഈ മേഖലയിൽ നഷ്ടം. തിർഹത്ത്, മഗധ് മേഖലകളിലും മഹാസഖ്യത്തിന് തകർച്ച. സീമാഞ്ചൽ മേഖലയിൽ മാത്രമാണ് മഹാസഖ്യത്തിന് പിടിച്ചു നിൽക്കാനായത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എൻഡിഎ മുന്നേറി. പിന്നാക്ക, അതിപിന്നാക്ക മേഖലകളിൽ എൻഡിഎക്ക് വൻ മുന്നേറ്റം. ആർജെഡിയുടെ പരമ്പരാഗത കോട്ടകളിൽ എൻഡിഎ സഖ്യം കടന്നുകയറി. 40ഓളം മുസ്ലിം സ്വാധീന സീറ്റുകളിൽ എൻഡിഎയും മഹാസഖ്യവും ഒപ്പത്തിനൊപ്പം. യാദവ ബെൽറ്റുകളിലെ എൻഡിഎ കുതിപ്പ് ആർജെഡിയുടെ ചങ്കിടിപ്പേറ്റുന്നതാണ്. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.